ശബരിമല തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന കണമല ഇറക്കം സുരക്ഷിതമാക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ബി.ജെ.പി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സ്ഥലം നേരിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സമാന്തര പാതയ്ക്കായി ചില നടപടികൾ ഉണ്ടായെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. ശബരിമല തീർത്ഥാടന കാലത്തെ രക്തം മണക്കുന്ന പാതയാണ് കണമല ഇറക്കം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 40ഓളം മരണങ്ങളും നൂറുകണക്കിന് ഭക്തർക്ക് പരിക്കേറ്റതുമായ ഒട്ടേറെ സംഭവങ്ങൾ അന്ത്യമില്ലാതെ തുടരുന്നു. കൊടുംവളവും കുത്തനെയുള്ള ഇറക്കവും അട്ടിവളവിനെ അപകട മേഖലയാക്കുന്നു. അപകടത്തിൽപ്പെട്ട കൂടുതൽ വാഹനങ്ങളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടേതാണ്. രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമല പാതയിൽ ഇങ്ങനെ അപകടങ്ങൾ പതിവായിട്ടും സർക്കാർ മൗനം തുടരുകയാണെന്ന് ബി.ജെ.പി. വിമർശിക്കുന്നു. ശബരിമല തീർത്ഥാടകരെ കുരുതി കൊടുക്കുന്ന സമീപനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥലം നേരിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും ബി.ജെ.പി. നേതാവ് എൻ ഹരി ആവശ്യപ്പെട്ടു. വളരെ അടിയന്തരമായി ശബരിമല അയ്യപ്പന്മാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ബോട്ട് ദുരന്തം ഉണ്ടായപ്പോൾ സമയത്ത് ബോട്ട് പരിശോധിക്കാൻ പോയി. അതുപോലെ തന്നെ ഓരോ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാഹനാപകടം ഉണ്ടായപ്പോൾ വാഹനത്തിന് വൈറ്റ് അടിക്കാൻ പറഞ്ഞു. ഇപ്പോൾ സ്കൂളുകളുടെ ഫിറ്റ്നസ് പോയി. ഇങ്ങനെ ഓരോന്നും ഉണ്ടാകുന്ന സമയത്ത് ചില താൽക്കാലിക മുട്ടുശാന്തികൾ നടത്തുന്നതല്ലാതെ ഈ കാണുന്ന ഈ വളവൊന്ന് നിർത്താൽ ഈ പറയുന്ന വലിയൊരു പരിധി വരെ ഈ കാര്യം നമുക്ക് ഈ മനുഷ്യന്റെ കുരുതിക്ക് അവസാനം ഉണ്ടാകും. ഇവിടുത്തെ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കണമല അപകടരഹിതമാക്കാൻ സമാന്തര പാത നിർമ്മിക്കലും നിലവിലുള്ള പാത വളവ് നിവർത്തി സുരക്ഷിതമാക്കുകയുമാണ് പരിഹാരം. ഇത് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. സമാന്തര പാതയ്ക്കായി ചില നടപടികൾ ഉണ്ടായെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. പാതയോരത്ത് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചുവെങ്കിലും എല്ലാം തകർന്ന അവസ്ഥയിലുമാണ്. ജനം, കോട്ടയം.